നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷകർക്ക് വോട്ടവകാശം ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ട് AKRSA സർവകലാശാല ക്യാമ്പസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. താനൂർ ഹാർബറിൽ ടോൾ ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂർ താലൂക്ക് കമ്മിറ്റി പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. ആദവനാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തിനൊരു വട്ടിപ്പൂവ് ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ആദവനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹാരിസ് KT വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് മലപ്പുറം മേൽമുറിയിലെ അതിൽ അക്കാദമി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. LIC, AOI, CITU ഏജന്റുമാരെ ദ്രോഹിക്കുന്ന നയത്തിനെതിരെ തിരൂർ LIC ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. സംഘടനയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KG സൽമാബായ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗങ്ങളായവർക്കും അവരുടെ കുടുംബത്തിനും ഹോസ്പിറ്റലിലെ ചികിത്സാ ചെലവുകൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രിവിലേജ് കാർഡ് അനുവദിക്കുന്നതിനുള്ള ധാരണാപത്രം കൈമാറി. തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ ICU ആരംഭിച്ചിരിക്കുന്നു. തിരൂരിലും പരിസര പ്രദേശത്തും ക്രിട്ടിക്കൽ കെയർ, ഇന്റൻസീവ് തെറാപ്പി, ICU സേവനങ്ങൾ എന്നിവ ഒന്നിച്ച് ലഭ്യമാകുന്ന ഏക ആശുപത്രിയായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ മാറും. കൂട്ടായി SHM UP സ്കൂളിൽ അധ്യാപക ദിനത്തിൽ കുട്ടികൾക്കായി വ്യത്യസ്ത പരിപാടികളാണ് നടത്തിയത്. അധ്യാപകനും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ലോകോത്തര തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. തൃപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ആരോപണവുമായി CPI നേതാവ്. CPI തലക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TT ഷെഫീഖാണ് തൃപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പൊതുവായ വിഷയത്തിൽ ഇടപെട്ട് സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ സെക്രട്ടറി തന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതായി ഷെഫീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായി ഷെഫീഖ് പറഞ്ഞു. പൊന്നാനിയിൽ പുഴമ്പുറത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ കേസിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല കൂടല്ലൂർ കാടംകുളത്തിൽ ഹനീഫയുടെ മകൻ മുസ്തഫ, കുമ്പിടി സ്വദേശി മുഫീദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.